പ്രണവ് ടെക് ആൻഡ് സയൻസിലേക്ക് വീണ്ടും സ്വാഗതം. പ്രണവ് ടെക് ആൻഡ് സയൻസ് വെബ്സൈറ്റ് ക്രിയേഷൻ പാർട്ട് 2 സ്വാഗതം. നമുക്ക് ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന IDE ഇൻസ്റ്റാൾ ചെയ്യാം. IDE എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആപ്പിലാണോ കോഡ് ചെയ്യുന്നത് ആ ആപ്പിനെയാണ് നമ്മൾ IDE എന്ന് പറയുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന IDE വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. വെബ്സൈറ്റ് ക്രിയേഷന് വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടറിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം ഗൂഗിളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ് ബ്രൗസറിൽ കയറി വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് code.visualstudio.com എന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം വിൻഡോസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് കാണിക്കുന്നത്. മാക്കും ലിനക്സും താഴെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വിൻഡോസിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഫയൽ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആവുന്നതാണ്. അവിടെ ഐ അക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ് എന്ന് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലൊക്കേഷൻ അത് തന്നെ വെച്ച് നമുക്ക് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഒരു ഡെസ്ക്ടോപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ exam PHP എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. പ്രണവ് DJ സൈനിങ് ഔട്ട്.